എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 17 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കേരള PSCയുടെ വിവിധ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റിന്റെ റാങ്ക് ഫെയർ ടീം ആശാൻ ക്ലാസ്സുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ടും റെക്കോർഡഡ് വീഡിയോകളാണ് ഈ ഒരു ആശാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 10th ലെവലോ 12th ലെവലോ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നോക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ ആശാൻ ക്ലാസ്സിൽ ലഭ്യമാണ്. ഇതിന്റെ സ്റ്റഡി നോട്ടുകൾ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, മെന്റർ സപ്പോർട്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ആശാൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് www.veranta.talentkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഉടനെ തന്നെ പഠിച്ചു തുടങ്ങാം. എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ചേരാം. പൊതുവെ ഒരു ഫോഴ്സ് എക്സാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാ? സ്പെഷ്യൽ ടോപ്പിക്കിന് അല്ലേ? അപ്പോൾ ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകളൊക്കെ തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്. അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്ക്, അതുപോലെ ഫയർമാൻ ആൻഡ് ഫയർ വുമൺ സ്പെഷ്യൽ ടോപ്പിക്ക്, ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ 2025-26 ഇനി ഒരുപാട് എക്സാമുകൾ നടക്കാനുള്ള സമയമാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ബുക്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് പരീക്ഷകൾ. അപ്പോൾ ഈ PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് 2 പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തെ നിയമനം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ ആരെന്നുള്ളതാണ്. അത് പ്രദീപ് കുമാർ പ്രജാപതി. ആരാണ്? പ്രദീപ് കുമാർ പ്രജാപതി ആണ് എന്തിന്റെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്. കാരണം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരുന്ന CP രാധാകൃഷ്ണനാണ് എന്തായിട്ട് ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. സോ അവിടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പുതിയ ഒരാളെ എന്തായാലും നിയമിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു അപ്ഡേഷൻ കൂടിയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണർ, ശരിക്കും പറഞ്ഞാൽ അധിക ചുമതലയാണ്. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിന്റെ പേരെന്ന് പറയുന്നത് ആചാര്യ ദേവവ്രത്. ആരാണ്? ആചാര്യ ദേവവ്രതിനാണ് മഹാരാഷ്ട്രയുടെ എന്താണ് ഗവർണർ പദവി നൽകിയിട്ടുള്ളത്. ഇദ്ദേഹം നിലവിൽ ഗുജറാത്തിന്റെ ഗവർണർ കൂടിയാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഗുജറാത്തിന്റെ ഗവർണർ ആയിട്ടുള്ള ആചാര്യ ദേവവ്രതിന് മഹാരാഷ്ട്രയുടെ ഗവർണർ പദവി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അധിക ചുമതലയാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കാരണം നമ്മളിപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനായിട്ട് അനുമതി നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന എന്താണ് ആക്രമണകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ കൊല്ലാനായിട്ട് അനുമതി നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി എന്നാണ് ഇത് മന്ത്രിസഭ അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 സെപ്റ്റംബർ മാസം 13 തീയതിയാണ്. അപ്പോൾ ജസ്റ്റ് ഇതുകൂടെ നോട്ട് ചെയ്യുക. 2025 സെപ്റ്റംബർ 13 മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് ലോക തേക്ക് കോൺഫറൻസ് 2025 2025 നടക്കുന്ന ലോക തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ്? അത് കൊച്ചിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തേക്ക് കോൺഫറൻസിന് വേദിയാവുന്നത്. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് തേക്ക് കോൺഫറൻസിന് വേദിയാകുന്നു. അത് 2025 നടക്കുന്നത്. 2025 എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ വെച്ചാണ്. അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അതായത് നമുക്കൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഒരു അണക്കെട്ട് പണിയാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു ഇത്. ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിൽ ഒരു അണക്കെട്ട് പണിയാൻ പോവുകയാണ്. അപ്പൊ ശരിക്കും എന്താണ് ഇതിനുള്ളൊരു സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈന ഒരു ഡാം പണിയുന്നതായിട്ട്, ബ്രഹ്മപുത്ര നദിയിൽ ചൈന ഒരു ഡാം പണിയാൻ പോകുന്നതായിട്ട് ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു അല്ലെ. അപ്പോൾ
അത് പണിയാൻ പോകുന്നത് അരുണാചൽ പ്രദേശിന്റെ അതിർത്തിക്ക് അടുത്തായിട്ടാണ്. ഇൻ കേസ് എന്താണ് പെട്ടെന്നൊരു നിമിഷം അവരെന്താണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ആ ഡാം തുറന്നു വിടുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലയാകെ എന്ത് ചെയ്യും, വെള്ളത്തിലാവും. സോ അത് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഡാം അരുണാചൽ പ്രദേശിൽ പണിയെടുപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പണി പൂർത്തിയാകാൻ പോകുന്നത് 2032 ആയിരിക്കും. അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2032 ഇത് പണി പൂർത്തിയാവുകയുള്ളൂ. ഇനി പണി പൂർത്തിയാവുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായിട്ട് ഏത് മാറും, ഈ ഒരു ഡാം മാറും. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം പണിയെടുപ്പിക്കാൻ പോകുന്നത് എവിടെയാണ്, അരുണാചൽ പ്രദേശിലാണ്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം പണിയെടുപ്പിക്കാൻ പോകുന്നത് എവിടെയാണ്, അരുണാചൽ പ്രദേശിലാണ്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ഇന്ത്യ പണിയെടുക്കാൻ പോകുന്ന ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് 278 മീറ്ററും അതുപോലെ തന്നെ ചൈനയുടേത് 267 മീറ്ററുമാണ്. സോ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഡാമുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. അതായത് വാഹനമിത്ര എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അപ്പൊ എന്താണ് വാഹനമിത്ര എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് ഈ ഒരു വാഹനമിത്ര എന്ന് പറയുന്ന പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വർഷം 15,000 രൂപ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, വാഹനമിത്ര. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വർഷം 15,000 രൂപ നൽകുന്ന ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ പദ്ധതിയാണ് വാഹനമിത്ര എന്ന് പറയുന്ന പദ്ധതി. സോ അതുകൂടി കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്കാരെന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. കാരണം അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. UN-ൽ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, UN-ൽ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് എത്ര രാജ്യങ്ങളാണ്? അത് 10 എണ്ണമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ രാജ്യങ്ങളെ കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് അർജന്റീന, അതുപോലെ ഹംഗറി, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, പരാഗ്വേ, ടോങ്ക, അമേരിക്ക, ഇസ്രായേൽ. ഈ രാജ്യങ്ങളാണ് എതിർത്തത്. ഏതൊക്കെയാണ്? അർജന്റീന, ഹംഗറി, മൈക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, പരാഗ്വേ, ടോങ്ക, അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസ് അവതരിപ്പിച്ച പ്രമേയമാണ്. ഇന്ത്യ ഉൾപ്പെടെ 142 രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനുകൂലിച്ചിട്ടുണ്ട്. അപ്പോ ഫ്രാൻസ് അവതരിപ്പിച്ച പ്രമേയമാണ്. ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങൾ? 142 രാജ്യങ്ങളാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത്. 10 പേരാണ് എതിർത്തത്. അത് കൃത്യമായിട്ട് ആ എതിർത്തവരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തേത് 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി തന്നെ കഴിഞ്ഞ വീക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുരുഷ ഏഷ്യ കപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് 2025 പുരുഷ ഏഷ്യ കപ്പ് എവിടെ വെച്ച, ബീഹാറിലെ രാജ്ഗീർ വെച്ചാണ് നടന്നതെന്ന് പറഞ്ഞു. ഇന്ത്യ ജേതാക്കളായെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ എത്രാമത്തെ കിരീടം? 4ാമത്തെ കിരീടമാണെന്ന് പറഞ്ഞു. ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം ചാന്ത് എന്ന് പറയുന്ന കടുവയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ 2025 വനിതാ ഏഷ്യ കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിലെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. അപ്പൊ 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ്? ഇത് ചൈനയാണ്. ഇനി റണ്ണറപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണറപ്പ് ഇന്ത്യയാണ്. ആരാണ്? റണ്ണറപ്പ് ഇന്ത്യയാണ്. ഇനി വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദിയും എവിടെയായിരുന്നു? ചൈനയായിരുന്നു. ചൈനയിലെ ഹാങ്ഷോ ആയിരുന്നു വേദി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചൈന എത്ര തവണ ഈ ഒരു വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തവണയാണ്. അതായത് 1989, അതുപോലെ തന്നെ 2009, ഇപ്പോ 2025. ഏതൊക്കെയാണ്? 1989, 2009, 2025 എന്നീ 3 വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചൈന വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എത്ര തവണ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണയാണ്. 2004 അതുപോലെ തന്നെ 2017. അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എന്താണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അത് കഴിയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. എന്നിരുന്നാൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു.
അപ്പൊ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? അപ്പോൾ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? അത് ഒബ്ലീക് സെവില്ലെ. ആരാണ്? ഒബ്ലീക് സെവില്ലെ എന്ന് പറയുന്ന ജമൈക്കൻ താരമാണ്. അത് കൃത്യമായിട്ട് ഓർക്കുക. ഉസൈൻ ബോൾട്ടിന് ശേഷം ഈ ഒരു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 100 മീറ്ററിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഒബ്ലീക് സെവില്ലെ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ പുരുഷ വിഭാഗം നോട്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യണം? വനിതാ വിഭാഗവും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലിസ ജെഫേഴ്സൺ ഉഡൻ. ആരാണ്? മെലിസ ജെഫേഴ്സൺ ഉഡൻ USA താരമാണ്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത ഈവന്റ്, ഇത് പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ, കാരണം ഈ ഒരു ഈവന്റ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഒരു പേര് ഓർമ്മ വരും. എന്നാലും പറയുവാണ്, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ പോൾ വാൾട്ടിൽ, ഈ പുരുഷ പോൾ വാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ മനസ്സിലെ ഒറ്റ പേരേ ഉള്ളൂ. ഏതാ? അർമാൻഡ് ഡുപ്ലാന്റിസ്. ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോ എന്താണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. സ്വീഡന്റെ താരമാണെന്നുള്ള കാര്യം ഓർക്കുക. 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ലൊറൈസ് അവാർഡിൽ സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ 2025 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കാര്യം ഓർക്കുക. ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്. അപ്പോ ഇനി അത് മാത്രമല്ല, എന്താണ് പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ്, അതായത് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന ലോക റെക്കോർഡ് വീണ്ടും ഒരിക്കൽ കൂടി തകർത്താണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം ഈ ഒരു ഗോൾഡ് നേടിയിട്ടുള്ളത്. അതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചെസ്സുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് 2025 ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം നേടിയത് ആരെന്നാണ്? അത് ആർ വൈശാലിയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല അല്ലെ, പ്രഗ്യാനന്ദയുടെ സഹോദരിയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഫിഡെ വനിതാ ഗ്രാൻഡ് സ്വിസ് കിരീടം നേടുന്നത് 2ാം തവണയാണ്. കാരണം വൈശാലി ഇതിനു മുൻപ് 2023 കിരീടം നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു കിരീട നേട്ടത്തിലൂടെ 2026 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിലേക്ക് എന്ത് ചെയ്തു? യോഗ്യത നേടി എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അതായത് 2025 ദുലീപ് ട്രോഫി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ദുലീപ് ട്രോഫി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ എന്താണ് ജോഗ്രഫിക്കൽ റീജിയൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടീം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 2025 ദുലീപ് ട്രോഫി ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? മധ്യ മേഖലയാണ്. ആരാണ്? മധ്യ മേഖലയാണ്. ഇനി അവർ പരാജയപ്പെടുത്തിയത് ദക്ഷിണ മേഖല. ദക്ഷിണ മേഖലയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? കിരീടം നേടിയത്. ഇവിടെ മധ്യമേഖലയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രജത് പടിദാർ ആണ്. ആരാണ്? രജത് പടിദാർ ആണ്. ഇപ്പോൾ നിലവിൽ RCBക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ രജത് പടിദാർ ആണ് ഈ ഒരു ദുലീപ് ട്രോഫിയിൽ മധ്യമേഖലയെ നയിച്ചത്. ഇനി ദക്ഷിണ മേഖലയെ നയിച്ചത് ഒരു മലയാളിയാണ്, മുഹമ്മദ് അസറുദ്ദീൻ. ആരാണ്? മുഹമ്മദ് അസറുദ്ദീൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് 2 നിയമനങ്ങൾ. അതിലാദ്യത്തേത് പ്രദീപ് കുമാർ പ്രജാപതി എന്തായിട്ട് നിയമിതനായി? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഡയറക്ടറായിട്ട് നിയമിതനായി. അതിനുശേഷം പറഞ്ഞത് ആരെ? ആചാര്യ ദേവവ്രത. ഗുജറാത്തിന്റെ ഗവർണറാണ്. അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി കൂടി കിട്ടി. ഏതാണ്? മഹാരാഷ്ട്ര. എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ പുതിയ ഗവർണറെ നിയമിച്ചത്? അവിടുത്തെ ഗവർണറായിരുന്ന CP രാധാകൃഷ്ണൻ എന്തായിട്ട്? ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് വന്നു? ഒരു ആളെ നിയമിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ഒരു ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെ. അതായത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന വിധം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനായിട്ട് അനുമതി നൽകുന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി കരട് ബില്ലിന് മന്ത്രിസഭ ഇന്ന് 2025 ഏത് മാസം? സെപ്റ്റംബർ മാസം ഏതാ തീയതി? 13-ാം തീയതി അംഗീകാരം നൽകി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു അംഗീകാരം നൽകുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത്. 2025 ഇന്ത്യ ആദ്യമായിട്ട് എന്തിന് വേദിയാകുന്നു? ഒരു തേക്ക് കോൺഫറൻസിന്, ലോക തേക്ക് കോൺഫറൻസിന് വേദിയാകുന്നു. അത് നടക്കുന്നത് എവിടെ വെച്ച? കൊച്ചിയിൽ വെച്ച. അതിനുശേഷം പറഞ്ഞു ഒരു ഡാം പണിയെടുപ്പിക്കാൻ പോവുകയാണ്. അതായത് ബ്രഹ്മപുത്ര നദിയിൽ ചൈന ഒരു ഡാം പണിയാൻ പോകുന്നു. അതിന് ബദലായിട്ട് ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? അരുണാചൽ പ്രദേശിലെ ദിബാങ്ങിൽ ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നു. ഈ അണക്കെട്ട് 2032 പൂർത്തിയാകാം. അത് പൂർത്തിയാകുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്ന നേട്ടം ഈ ഒരു ഡാം സ്വന്തമാക്കും. അതുകൂടി നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു പദ്ധതി അല്ലെ. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വർഷം 15,000 രൂപ നൽകുന്ന ഒരു പദ്ധതിക്ക് ആന്ധ്രാപ്രദേശ് തുടക്കമിടുന്നു. എന്താണ് പദ്ധതിയുടെ പേര്? വാഹന മിത്ര പദ്ധതി. അതിനുശേഷം പറഞ്ഞത് ഒരു പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് UN-ൽ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങൾ എത്രയാണ്? 10 ആണ്. അനുകൂലിച്ച് വോട്ട് ചെയ്തത് 142 ആണ്. നമ്മുടെ ഇന്ത്യ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ? അനുകൂലിച്ചു അല്ലെ. ഇന്ത്യ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പ്രമേയം അവതരിപ്പിച്ചത് ഫ്രാൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക.
അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് വനിതാ ഏഷ്യ കപ്പ് ഹോക്കിയാണ്. കിരീടം ചൈനയ്ക്കാണ്, റണ്ണറപ്പ് ഇന്ത്യയാണ്, വേദി എവിടെയായിരുന്നു? ചൈനയായിരുന്നു. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ പ്രധാനപ്പെട്ട 3 മെഡൽ നേട്ടങ്ങൾ. 100 മീറ്റർ പുരുഷന്മാരുടെ 100 മീറ്റർ സ്വർണ്ണം നേടിയത് ഒബ്ലിക് സെവില്ല ആണെന്ന് പറഞ്ഞു. വനിതകളുടെ 100 മീറ്റർ മെലിസ ജഫേഴ്സൺ ഉടനാണെന്ന് പറഞ്ഞു. ഇനി പോൾ വാൾട്ട് അറിയാം അല്ലേ, നമുക്ക് അറിയാവുന്ന പേര്. എന്താ പേര്? അർമാൻഡ് ഡുപ്ലാന്റിസ്. ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് പോൾ വാൾട്ടിൽ എന്ത് ചെയ്ത? സ്വർണ്ണം നേടിയത്. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? 2025 ഫിഡെ വനിതാ ഗ്രാൻഡ് സിക്സ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു? ആർ വൈശാലിയാണ്. അതിനുശേഷം 2025 ദുലീപ് ട്രോഫി ഏത് കായിക ഇനം? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടത്. കിരീടം നേടിയത് ആരാണ്? മധ്യമേഖലയാണ്, ദക്ഷിണ മേഖലയെ പരാജയപ്പെടുത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏത് എന്നുള്ളതാണ്. മട്ടാഞ്ചേരി കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരം, വർക്കല ക്ലിഫ്, ജടായുപ്പാറ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏത് എന്നാണ്. ഗ്രീസ്, അൽബേനിയ, മാൾട്ട, സെർബിയ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ആർദ്ര കേരളം പുരസ്കാരം 2023-24 മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണ്? ഇടുക്കിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്. അത് മൻമോഹൻ സിംഗ് ആണ്. നമുക്കറിയാം, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അന്തരിച്ചത് 2024 ഡിസംബർ 26-നാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 സെപ്റ്റംബർ 17-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.